ചിരിച്ചോണ്ട നമുക്ക്. അല്ല ഇദ്രോസേ, ഇത് ഏത് കല്യാണത്തിന്റെ വകയിലുള്ള അടിയാ? ലക്ഷണം കണ്ടിട്ട് ഇത് ചീപ്പാങ്കുജിന്ന് വന്ന ടീമാണ് തോന്നുന്നുണ്ട്. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, എനിക്ക് ഈ പണിയാർ നിർത്തിക്കൂടെ? ഇവിടെ എന്റെ പുരയൊക്കെയുള്ള അരിയും സാമാനൊക്കെ ജി വാങ്ങി തരുമോ? എനിക്ക് ഈ പണിയല്ലാതെ വേറൊരു പണി അറിയില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇപ്പണി നിർത്തണ്ട, എനിക്ക് ഇതിന്റെ കോലൊന്ന് മാറ്റിക്കൂടെ? എങ്ങനെ? ഈ ഒരു മുറി വാടകയ്ക്ക് എടുത്ത് ഒരു ആഫീസാണ് തുടങ്ങ്, എന്നിട്ടൊരു കമ്പ്യൂട്ടറും വാങ്ങിയേക്ക്. അങ്ങനെ നാട്ടിൽ പെണ്ണ് കെട്ടാത്ത മുഴുവൻ ആൺകുട്ടികളെ പേരും കെട്ടിക്കാനായ മുഴുവൻ പെൺകുട്ടികളെ പേരും കമ്പ്യൂട്ടറിന്റെ ഉള്ളിക്കാണ് കയറ്റിവെക്ക്. പിന്നെ എൻ്റെ പണി ചേർച്ചുള്ള ആണിനെയും പെണ്ണിനെയും നോക്കി കല്യാണം അങ്ങനെ നടത്തി കൊടുക്കുക. ഈ കണ്ടിട്ടില്ലേ പല ആളുകളും മാരേജ് ബ്യൂറോ എന്നും പറഞ്ഞ് ഇങ്ങനെ നടത്തുന്നത്? അതുപോലെ. അതുകൊണ്ടെന്താ ഗുണം? കമ്മീഷനും ചോദിച്ച് നാട്ടുകാരെ പിന്നാലെ നടക്കണ്ട. കമ്മീഷൻ എൻ്റെ റൂമിക്കെത്തും. ഒരു ഉദാഹരണത്തിന്, ഇപ്പം ഈ നാട്ടിൽ കല്യാണം കഴിക്കാത്ത 450 ആൺകുട്ടികളും 450 പെൺകുട്ടികളും ഉണ്ടെന്ന് വിചാരിച്ചോ. 450 900 900 കല്യാണത്തിന് ഒരു കല്യാണത്തിന് 10,000 ഉറുപ്പ്യ വെച്ച് കൂട്ടിയാൽ 900 കല്യാണത്തിന് കമ്മീഷനായിട്ട് ഉറുപ്പ്യത്തരായി. ആലോചിച്ചിട്ട് തന്നെ എനിക്കെൻ്റെ കയ്യും കാലും കുഴയുന്നു. നടക്കുവോ? ഈ കുഴക്കാൻ മാറിയാൽ നടക്കുവോ ഇക്കാരം? അതല്ല, ഇജ്ജി പറഞ്ഞ കമ്പ്യൂട്ടർ സാധനമൊക്കെ വാങ്ങണമെങ്കിൽ പൈസ വേണ്ടേ? എൻ്റെ കയ്യിൽ 5 പൈസ അല്ല. പൈസ ഞാൻ എൻ്റെ ബാപ്പാനോട് ചോദിച്ചണം. എൻ്റെ ബാപ്പാനോടോ? അല്ലാതെ ആരാൻ്റെ ബാപ്പാൻ എനിക്ക് പൈസ തരുമോ? ഇത് പറയാൻ അജി ഇതുവരെ യാസീനോദിയെ? എൻ്റെ 5ാം വയസ്സിൽ സുന്നത്ത് കഴിഞ്ഞ് കിടക്കണമെന്നേ മൂപ്പര് 15 പൈസ തന്നതാ. അതിൻ്റെ ശേഷം ഒരു 5 പൈസ തന്തപടിൻ്റെ കയ്യോട് എനിക്ക് കിട്ടിയില്ല. വേറെന്തെങ്കിലും വച്ചിട്ടുണ്ടെങ്കിൽ അത് പറയും. അതല്ല ഇദ്രോസേ, എൻ്റെ ബാപ്പ എനിക്ക് പൈസ തരാത്തതേ എൻ്റെ സ്വഭാവ ഗുണം കൊണ്ടാ. എൻ്റെ ബാപ്പാക്ക് അബൂനെയും കുട്രൂനെയും മാത്രമാണ് വിശ്വാസം. അത് ഇജ്ജ് മാറ്റിയെടുക്കണം. സോപ്പിട്ട് എൻ്റെ ബാപ്പാൻ്റെ മുതലിൻ്റെ ഓരി ഇജ്ജ് കയ്യിലാക്കണം. അത് ഇജ്ജ് വിചാരിച്ചാൽ നടക്കും. അയില എൻ്റെ മുടുക്ക്. തൊള്ളായിരം കല്യാണം നടന്നാലേ ജി ലക്ഷപ്രഭു. കുറെ കാലായില്ലേ നാട്ടുകാരിന്ന് ഇങ്ങനെ കൊള്ളണ്. ഈ 2 ബാപ്പാൻ്റെക്കൊന്നും കൊള്ളു. ഈ കല്യാണം കണ്ടുപിടിച്ചവൻ എത്ര സ്തുതിച്ചാലും മതിയാവില്ല.